ലോകത്തിലെ ഏറ്റവും വലിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ സംഗമം നടക്കുന്ന സ്ഥലമാണ് ആറ്റുകാൽ. നാളെയാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ഭക്തി സാന്ദ്രമാണിപ്പോൾ ആറ്റുകാൽ ക്ഷേത്ര സന്നിധി. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. തലസ്ഥാനത്തേക്ക് ഭക്തജനപ്രവാഹം ആരംഭിച്ചു എന്നുകൂടി ഞങ്ങളുടെ ബ്യൂറോ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തത്സമയം. ഉമേഷ്, ആറ്റുകാൽ ജനനിബിഡമായി കഴിഞ്ഞു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. SKN ഇപ്പോൾ തന്നെ, അതായത് നമ്മൾ സ്ത്രീകളുടെ ഉത്സവമാണ്, സ്ത്രീകളുടെ ശബരിമലയാണ് ആറ്റുകാൽ. ആറ്റുകാൽ ഈ ഉത്സവ സീസൺ ആരംഭിച്ചത് മുതൽ ഈ ഒരു തിരക്ക് ഇപ്പോഴുമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വിവിധ ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരെ തിരുവനന്തപുരത്തേക്ക് ഈ ഭക്തജനങ്ങൾ ഒഴുകിയെത്തിയിരുന്നു. അവർ എല്ലാ ദിവസവും ഈ ആറ്റുകാൽ പൊങ്കാല ഇടുന്നതിൻ്റെ അന്നേ ദിവസം വരെയും ഈ രാവിലെ ഒരു ദർശനമുണ്ട്. ആ ദർശനം ലഭിക്കാനുള്ള ഒരു ക്യൂ ആണ്, അത്രത്തോളം ഉണ്ട്. ഈ മണിക്കൂറുകൾ കാത്തുനിന്ന് ഇഷ്ട ദേവതയെ ഒരു നോക്ക് കണ്ട് മടങ്ങിപ്പോവാനുള്ള ഒരു കാത്തിരിപ്പാണ്. ഈ മണിക്കൂറുകൾ ഇവരിങ്ങനെ നിൽക്കണം. ഇത് വലിയ ദൂരെയാണ്. ഇതിന്റെ ഈ പരിസരത്തൊന്നും എന്തോ ചേച്ചി ചേച്ചി എവിടുന്നാ വരുന്നേ? ഞാൻ എരൂർ തൃപ്പോൾ വന്നേ. ഇപ്പൊ പൊങ്കലെല്ലാം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. വർഷം വരാറുണ്ടോ? എല്ലാ വർഷം വരാറുണ്ട്. ഞങ്ങള് തേഞ്ഞിപ്പലം ചേളാരിന്നാ വരുന്നത്. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യമാണ് പൊങ്കാലടാൻ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല തിരക്കേന്. ഇവർ അതിന് പറ്റിയ തിരക്ക് കുറേയുള്ള സജ്ജീകരണം ചെയ്തിട്ടില്ല. പിന്നെ ചാനലിനോട് പറഞ്ഞതുമാണ്, നേരിട്ട് പറഞ്ഞിട്ട് ഒരു മൈൻഡ് ചെയ്യില്ല. ഇപ്പോഴാണ് ഇവർ ആൾക്കാരെ മേലും ഞങ്ങൾ കുളിച്ച് ഫ്രഷായി വന്നതാ. ഇപ്പം ആ പൊടി മുഴുവൻ ഞങ്ങളെ മേലാ, അതാണ് ഞങ്ങൾ തിന്നണത്. ഇപ്പം ആ ഫുള്ള് ഇപ്പം തുടങ്ങിയിട്ടാണ് പണി. ഇത് ഇന്ന് ആറ്റുകാൽ പൊങ്കാല തുടങ്ങിയ പോലെയാണ് ഇവരെ പെരുമാറ്റം ഇവിടെ ആണ്. ചെറിയ പരാതികളുണ്ട് SKN. എന്തായാലും അവർ എല്ലാം ആ പരാതികളെല്ലാം സഹിച്ച്, ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് ആറ്റുകാലമ്മയെ ഒരു നോക്ക് കണ്ടിട്ട് മടങ്ങിപ്പോകൂ എന്നുള്ള ആവശ്യത്തിൽ നിൽക്കുകയാണ്. എന്താ ചേച്ചി പറയാനുള്ളത്? ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ ഇങ്ങനത്തെ പരിപാടി ഇപ്പോൾ ചെയ്യുന്നത് ഇവർക്ക് ഇപ്പോഴാണോ ബോധം വരുന്നത്? അറിയില്ലേ എത്ര പേര് വീഴുന്നുണ്ട് ഇത്രയും തിരക്കിനിടയ്ക്ക്? ബുദ്ധിമുട്ടുണ്ടല്ലോ. അതല്ല തിരക്കിന് ബുദ്ധിമുട്ട് അറിയുമല്ലോ. കോടിക്കണക്കിന് ജനങ്ങൾ വരുന്ന സ്ഥലമല്ലേ, ഈ എത്ര പേര് വീണെന്നറിയോ? തീർച്ചയായും SKN ഈ ഭക്തജനങ്ങൾക്കെല്ലാം കടന്നു പോകാനുള്ള ഒരു ക്രമീകരണങ്ങൾ, അത് ഇത്രത്തോളം തിരക്കുണ്ടാവുമെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പക്ഷേ സാധാരണഗതിയിൽ ഉത്സവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കുന്നതാണ്. പക്ഷേ ഇത്തവണ അത്തരത്തിൽ ഈ ക്രമീകരണങ്ങളൊന്നും കൃത്യസമയത്ത് ഒരുക്കിയില്ല എന്നുള്ള പരാതി ഭക്തജനങ്ങൾക്കുണ്ട്. പക്ഷേ ഈ ആറ്റുകാൽ പൊങ്കാലയാണ് എപ്പോഴും ഈ എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണം അത് അനിയന്ത്രിതമാണ്. ഇത്തരത്തിൽ ഓരോ ഘട്ടം ഘട്ടമായി ആളുകളെ അകത്തേക്ക് കയറ്റി വിടുന്നതേ ഉള്ളൂ. കാരണം ഈ അകത്ത്, അതായത് ദർശനം നടക്കേണ്ട ക്ഷേത്രത്തിനകത്ത് വളരെ പരിമിതമായ ആളുകളെ ഒരു സമയത്ത് ഉൾക്കൊള്ളാനാകും. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് അത്രത്തോളം തിരക്ക് അതുകൊണ്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. നാളെ ഈ സമയം എല്ലാം ഈ തിരുവനന്തപുരം നഗരം പൂർണ്ണമായി ഭക്തജനങ്ങളെ കൊണ്ട് നിറയും. സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കാൻ ഇഷ്ടവരദായിനിയായ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് അവരുടെ ആഗ്രഹങ്ങളും അവരുടെ വ്രതശുദ്ധിയോടുകൂടിയുള്ള ദിവസങ്ങൾ കാത്തിരിപ്പിൻ്റെ ഒരു അവസാനവും കൂടിയാക്കിക്കൊണ്ട് നാളെ ആറ്റുകാൽ പൊങ്കാല ദേവതയ്ക്ക് അവർ അർപ്പിക്കും. എന്തായാലും ഇഷ്ടവരദായിനിയാണ് ആറ്റുകാൽ അമ്മ എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്ത്രീകൾ പ്രത്യേകിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുന്ന അമ്മയാണ് ആറ്റുകാൽ അമ്മ എന്നാണ് വിശ്വാസം. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഓരോ വർഷവും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ ഈ ഒരു തിരക്ക്. പത്തനംതിട്ട ജില്ല. എന്നാ വന്നേ? പൊങ്കാല കഴിഞ്ഞിട്ടല്ലേ പോകുള്ളൂ? വർഷമായി പൊങ്കാലയ്ക്ക് വരുന്നു? 10 വർഷമായി. 10 പത്തനാപുരം. ഞങ്ങളൊന്ന് ഇച്ചിരി വെള്ളം തന്നെ കുടിച്ച ഞങ്ങൾ 2 മണിയായി ഇവിടെ വന്ന് ക്യൂ നിന്നതാ. അതെ. SKN ഈ തിരക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാം അത്രത്തോളം ഉണ്ട് ഇന്ന്. നാളെ അപ്പോൾ ഇത് എത്രത്തോളം ആകും ഈ സ്ത്രീകളുടെ ഒരു സംഗമം എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രത്തോളം ആകും നാളത്തെ ഒരു തിരക്ക്, സ്ത്രീജനങ്ങളുടെ തിരക്ക്. എന്തായാലും ഭക്തരുടെ തിരക്ക് എത്രത്തോളം ആയി കഴിഞ്ഞു. ഇനി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭണ്ഡാരടുപ്പിൽ തീ നിർത്താൻ 24 മണിക്കൂർ കൂടി കാത്തിരിക്കണം. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.